ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിൾ ആണ്. ഇപ്പോൾ ലോട്ടസ് ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. ഇവിടത്തേക്ക് മെട്രോയിൽ വരുന്നവർക്ക് കൽക്കാജി മെട്രോ സ്റ്റേഷൻ എന്നൊരു അടുത്തുള്ളൊരു നിയർ ബൈ സ്റ്റേഷൻ ഉണ്ട്. അവിടെ വന്നാൽ ഇങ്ങോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. ഇവിടത്തേക്ക് പ്രവേശന ടിക്കറ്റുകളൊന്നുമില്ല, പക്ഷേ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. തീ പിടിക്കുന്ന വസ്തുക്കൾ, സിഗരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതവിടെ സെക്യൂരിറ്റി ചെക്ക് തന്നെ മേടിച്ച് വെക്കും. 26 ഏക്കർ സ്ഥലത്ത് നല്ലൊരു ഗാർഡനോട് കൂടിയിട്ട് പരിപാലിച്ചു വരുന്ന ഒരു സ്ഥലത്താണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ബഹായി വിശ്വാസികളുടെ ക്ഷേത്രമാണ് ശരിക്കും. അത് ബഹായി വിശ്വാസികളുടെ ആണെങ്കിലും എല്ലാ മതസ്ഥർക്കും ഇവിടെ പ്രവേശനമുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻട്രൻസിൽ നിന്ന് ടെമ്പിളിലേക്കുള്ള വഴിയാണ്. ആ വഴി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നന്നായിട്ട് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്, പുല്ല് വെട്ടുന്നുണ്ട്, അങ്ങനെയുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ 26 ഏക്കർ എന്നുള്ളത് വലിയൊരു പ്ലോട്ട് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് അകത്തേക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ചാക്ക് കിട്ടും. ആ ചാക്കിൽ നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം. വരുന്ന സ്ഥലത്ത് തന്നെ അതിനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കാൽനടയായിട്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ ലോട്ടസ് ടെമ്പിളിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൽ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വേണം അകത്തേക്ക് കയറി പോകാൻ. ഇത് വൈറ്റ് കളറാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. വൈറ്റ് കളറിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 27 ദളങ്ങളോട് കൂടിയിട്ടുള്ള താമരയുടെ ഷേപ്പിലുള്ള ലോട്ടസ് ടെമ്പിളിന് ചുറ്റും 9 കുളങ്ങളുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്റ്റ് ഫാരിബേസ് സാഹിബ എന്ന ഇറാൻകാരനാണ്. ആർദിഷർ മുസ്തംബൂർ എന്ന ഹൈദരാബാദുകാരനാണ് ഇതിനുള്ള സ്ഥലവും മുഴുവൻ ചെലവും വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. 1986 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഡൽഹി വിസിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലോട്ടസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്. അകത്തേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അകത്ത് ഏതാണ്ട് ഒരു 1500ഓളം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ചുറ്റും. അതിനകത്ത് കാമൻ ക്വയറ്റാണ്, സംസാരിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും ആധുനിക കാലത്തെ ഒരു നിർമ്മാണ അത്ഭുതം തന്നെയാണ് ലോട്ടസ് ടെമ്പിൾ. അതിൻ്റെ ഡിസൈൻ കൊണ്ടും അത് നിൽക്കുന്ന പൊസിഷൻ കൊണ്ടും നിർമ്മാണത്തിലെ മികവ് കൊണ്ട് തന്നെ ഒരുപാട് അവാർഡുകളും ലോട്ടസ് ടെമ്പിളിന് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു പ്രധാന സംഭവമാണ് ഇതിൻ്റെ ഗാർഡനിങ് എന്ന് പറയുന്നത്. ഗാർഡനിങ് ഡിസൈന് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധം തീർത്തും മനോഹരമാണ്. 26 ഏക്കർ മനോഹരമായിട്ട് തന്നെ പരിപാലിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളും വിശേഷങ്ങളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.